വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. അപ്പോൾ നമ്മൾ മൂരാട് പാലത്തിൻ്റെ അടുത്ത് നിന്നുള്ള പുതിയൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്തിട്ട് റോഡ് തന്നെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. നമുക്കിനി ബ്രദേഴ്സ് സ്റ്റോപ്പിലെ കാഴ്ച കൂടി കണ്ടു നോക്കാം. റോഡ് വളരെ വിശാലമായി കിടക്കുന്ന പിന്നെ നമ്മൾ പഴയ ദേശീയപാത ഇങ്ങനെ ഉയർന്നു കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ കാണുന്ന ക്രെയിനൊക്കെ മൂരാട് പാലത്തിനടുത്ത് നിർത്തിയിട്ടുള്ളതാണ്. നല്ല രീതിയിലുള്ള മാറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു. ഇതൊക്കെ കോൺക്രീറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലോർ ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ ശേഷമുള്ള കോൺക്രീറ്റിങ് ഒരു ഭാഗത്ത് വരെ എത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ് ഉണങ്ങാനായിട്ട് അതുപോലെ സൈഡ് വാളിൽ നനച്ചിട്ട് മൂരാട് പാലത്തോട് ചേർന്നിട്ടുള്ള പ്രദേശത്ത് അവിടെ ഉണ്ടായിരുന്ന ഗേഡറുകളൊക്കെ നിലവിൽ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വജ്രം ക്രെയിനാണ് നിലവിൽ ഇവിടുന്ന് ഗേഡറുകൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ മാറ്റങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. അങ്ങനെ ഗേഡർ ലോഞ്ച് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ ലാസ്റ്റ് കോൺക്രീറ്റ് ചെയ്ത പില്ലറിൻ്റെ മുകളിൽ 7 ഗേഡറുകൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 3 ഗേഡറുകൾ കൂടി വെക്കാൻ ബാക്കിയുണ്ട്, സ്ഥാപിക്കാൻ ബാക്കിയുണ്ട്. അതേപോലെ ഈ പില്ലറിൻ്റെ മുകളിലായിട്ട് 5 ഗേഡറുകൾ അവിടെയും വെക്കാൻ ബാക്കിയുണ്ട്. അങ്ങനെ ടോട്ടൽ 13ഓളം ഗേഡറുകളാണ് ഇനി ഷിഫ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്. അപ്പോൾ അതിൻ്റെ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു ഗേഡർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തൊരു ഗേഡർ നമ്മളിപ്പോൾ കണ്ടു തൂക്കി വെച്ചിരിക്കുന്നത്. അതും ഇതിൻ്റെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. മൂരാട് പാലം കഴിഞ്ഞിട്ടുള്ളൊരു പ്രദേശമാണ്. ഇവിടെ വലിയ കൂറ്റൻ കോൺക്രീറ്റ് വാളുകളൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ സർവീസ് റോഡ് വർക്ക് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നിലവിൽ സൈഡ് വാള് ബാക്കി ഇവിടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എക്സ്കവേഷൻ ചെയ്തു നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ ഇവിടെ KSEBിൻ്റെ പോസ്റ്റുകളൊക്കെ മാറ്റി കുഴിച്ചിടുന്ന ഒരു വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം നിലവിൽ വർക്ക് പൂർത്തിയായിട്ടുള്ള ഡ്രൈനേജുകളാണ്. ഇപ്പം പുതിയ ഇലക്ട്രിക് പോസ്റ്റുകൾ വന്നിരിക്കുകയാണ്. ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ലൈന് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഇവിടുന്ന് അതിൻ്റെ ലൈനൊക്കെ കട്ട് ചെയ്യാണ് സർവീസ് പിന്നെ നമ്മൾ ആ സ്റ്റേ വയറൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ക്രെയിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് KSEB ഇവിടെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി അടുത്തത് ഈ ഒരു പോസ്റ്റൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലൊക്കെ ലെവൽ ചെയ്യുന്നതായിരിക്കും. അത്യാവശ്യം വർക്കൊന്ന് സ്പീഡായിട്ടുണ്ടോ എന്ന് നമുക്കൊരു 4 ദിവസമായിട്ടുള്ളൂ നമ്മൾ വീഡിയോ എടുത്തിട്ട്. പക്ഷേ അതിനുശേഷം നല്ല മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടി ജസ്റ്റ് വീഡിയോ എടുത്തത്. നമ്മൾ അണ്ടർ പാസേജ് വരുന്ന ഭാഗങ്ങളിലൊക്കെ നിലവിൽ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്തൊക്കെ വെള്ളമൊക്കെ കിട്ടിയിരുന്ന ഒരു പ്രദേശമായിരുന്നു. ഇവിടെയൊക്കെ നിലവിൽ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മളെ കുഞ്ഞാലിമരക്കാർ കോട്ടക്കൽ കുഞ്ഞാലിമരക്കാർ ഭാഗത്തേക്ക് പോകുന്ന ഇരിങ്ങൽ ക്രാഫ്റ്റിലേക്ക് പോകുന്ന ആ ഫ്ലൈ ഓവറിൻ്റെ ഭാഗമാണ്. ഇവിടെയൊന്നും പുതിയ മാറ്റങ്ങളൊന്നുമില്ല. പഴയ വർക്കിൻ്റെ ഒരു അപ്ഡേഷൻ തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ സൈഡ് വാള് കോൺക്രീറ്റ് വാള് വന്നിട്ടുണ്ട്, മണ്ണൊക്കെ അടിച്ച് ഉയർത്തിയിട്ടുണ്ട്. വാട്ടർ ഓവർ പാസേജ് വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സൈഡ് വാൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മൂരാട് പാലം കഴിഞ്ഞ് നമ്മൾ ഓയിൽ മില്ല് കഴിഞ്ഞ് മാങ്ങൂൽപ്പാറ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് നമ്മളിങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല രീതിയിൽ എക്സ്കവേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ നടന്ന എക്സ്കവേഷനാണ്. അതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഇപ്പോൾ എക്സ്കവേഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വാഗാടിൻ്റെ പഴയ മുതലുകളൊക്കെ ഇവിടെ നിരത്തിയിട്ടത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും താഴ്ന്നിട്ടാണ് ദേശീയപാത താഴ്ന്നു വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ പോകുന്ന ഭാഗമൊക്കെ കംപ്ലീറ്റ് താഴ്ത്താൻ വേണ്ടി പോവാണ്.
അപ്പോൾ അതിൻ്റെ ഒരു വർക്കാണ് നിലവിലിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ, തിരിച്ചറിയാൻ പറ്റാത്ത മാറ്റങ്ങളായിരിക്കും വർക്ക് നടന്നു കഴിഞ്ഞാൽ ഈ മൂരാട്, ഓയിൽ മില്ല്, പാലിനാട്ട് നട ഈ ഒരു പ്രദേശങ്ങളിൽ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ്